കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്ത് വിപ്ലവാത്മകമായിട്ടുള്ള ഒരു മാറ്റം വരുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്ത സകല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്താണ് ആ വാർത്ത? ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് കമ്പനി ഇന്ത്യയിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ് ആ വാർത്ത. ഇതോടുകൂടി ഇന്ത്യ വലിയ രീതിയിൽ എല്ലാ മേഖലയിലും കുതിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഈ സ്റ്റാർലിങ്ക് കമ്പനി നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്? ഇന്റർനെറ്റ് ആണ് അവർ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ആണ് കൊണ്ടുവരുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇന്റർനെറ്റ് പലപ്പോഴും നിങ്ങളുടെ വീട്ടിലായിരുന്നാലും ആരുടെ വീട്ടിലായിരുന്നാലും പലപ്പോഴും ഇന്റർനെറ്റ് എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്? ചിലപ്പോൾ ഫൈബർ വഴിയായിരിക്കാം കണക്ട് ചെയ്യുന്നത്, ചിലപ്പോൾ ടവറുകൾ വഴിയായിരിക്കാം ഇന്റർനെറ്റ് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ പല രീതികളുണ്ട്. എന്നാൽ സാറ്റലൈറ്റ് വഴി, അതായത് ഒരു സാറ്റലൈറ്റ് പേടകം സ്പേസിലേക്ക് അയക്കുന്നു, ആ സ്പേസിൽ സാറ്റലൈറ്റ് പേടകം ആ സ്പേസിൽ നിന്നും താഴേക്ക് ഇന്റർനെറ്റ് സിഗ്നലുകൾ അയക്കുന്നു. ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഇന്റർനെറ്റ് നമ്മുടെ രാജ്യത്ത് ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ജിയോ ഫൈബർ എന്നിങ്ങനെയുള്ള ഫൈബറൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ നമ്മുടെ സ്വന്തമല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ ഫൈബർ വഴി കണക്ട് ചെയ്യുന്ന ഇന്റർനെറ്റ് ആയിരുന്നാലും അല്ലെങ്കിൽ ഈ ടവർ വഴി കണക്ട് ചെയ്യുന്ന ഇന്റർനെറ്റ് ആയിരുന്നാലും നമ്മൾക്ക് എല്ലാ സ്ഥലത്തും ലഭ്യമായിക്കൊള്ളണം എന്നില്ല. അതായത് ടവറുകൾ ഒരു സ്ഥലത്ത് സ്ഥാപിച്ചാൽ മാത്രമേ അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ നെറ്റ് വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ഗ്രാമപ്രദേശങ്ങൾ, മലയോര മേഖലകൾ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഈ ഫൈബർ എത്തിക്കാനും ടവറുകൾ സ്ഥാപിക്കാനുമുള്ള വലിയ രീതിയിലുള്ള കഷ്ടപ്പാട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കുണ്ട്. അത് നമ്മുടെ നാട്ടിലെ ടെറൈനുകളുടെ ഒരു പ്രത്യേകത കൂടെയാണെന്ന് നമുക്ക് പറയാം. എന്തായാലും ഈ സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ വരുന്നതോടുകൂടി ഇലോൺ മസ്കിന്റെ സാറ്റലൈറ്റ് വഴിയാണ് ഇനി ഇന്ത്യയിലേക്ക് ഇന്റർനെറ്റ് എത്താൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതോടുകൂടി ഇന്ത്യയിലെ മുക്കിലും മൂലയിലും ഒരു റവല്യൂഷൻ തന്നെ സംഭവിക്കും. അതായത് ഏത് കാട്ടിലിരുന്നാലും അല്ലെങ്കിൽ ഏത് ഗ്രാമത്തിലിരുന്നാലും, അത് ഏത് കുഗ്രാമമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇന്റർനെറ്റ് സേവനം ലഭ്യമാകും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഇപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് കേട്ട് വാർത്തകൾ അറിയുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ അറിയുന്ന കുഗ്രാമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഇപ്പോഴും പ്രധാനമന്ത്രി മൻ കി ബാത്ത് നടത്തുന്നത്. ഈ മൻ കി ബാത്തിന് പകരം അവിടെ ഇന്റർനെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ, ആ ഗ്രാമത്തിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഗ്രാമത്തിൽ ഒരു സ്മാർട്ട് ടിവിയുടെ ആവശ്യം കൂടെ മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഏത് കുഗ്രാമത്തിലും ഇന്റർനെറ്റ് എത്തിക്കാവുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇതാവുമ്പോൾ സാറ്റലൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇന്റർനെറ്റ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. എന്തായാലും കഴിഞ്ഞ ദിവസം എയർടെലുമായിട്ടാണ് ഇലോൺ മസ്ക് ഈ കരാർ ഒപ്പുവെച്ചത്, അല്ലെങ്കിൽ സ്റ്റാർലിങ്ക് ഈ കരാർ ഒപ്പുവെച്ചത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇതോടുകൂടി വിരണ്ടത് നമ്മുടെ ജിയോ ഭീമനാണ്. നമ്മൾ എപ്പോഴും അംബാനിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജിയോയ്ക്ക് അംബാനി വില കൂട്ടുന്നു, അംബാനിയുടെ ജിയോ നമ്മൾ ഉപേക്ഷിക്കും, അംബാനിയുടെ ജിയോ ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ പറയുമെങ്കിലും നമ്മളെല്ലാവരും ജിയോ തന്നെയാണ് കൂടുതലും ആശ്രയിക്കുന്നത്. കാരണം ജിയോ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇന്റർനെറ്റ് സേവനദാതാവായി മാറിക്കഴിഞ്ഞു. എന്നാൽ ഈ ഇന്റർനെറ്റ് സേവനദാതാവിനെ കവച്ചു വയ്ക്കാൻ ഇലോൺ മസ്കിന് കഴിയും എന്ന് കൃത്യമായി അംബാനിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ എയർടെൽ ഇലോൺ മസ്കിനുമായി കരാറിലൊപ്പിട്ടപ്പോൾ, സ്റ്റാർലിങ്കുമായി കരാറിലൊപ്പിട്ടപ്പോൾ അംബാനി ശരിക്കും വരണ്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നേരത്തെയുള്ള ഒരു കഥ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു തരാം. അതായത് നോക്കിയ നമ്മുടെ നാട്ടിൽ അരങ്ങുവാണിരുന്ന ഒരു കാലമുണ്ട്. നോക്കിയ മൊബൈലുകൾ, ഓരോ നോക്കിയ മൊബൈലുകൾ ഇറങ്ങുമ്പോഴും നമ്മൾ അതിനെ ആഘോഷിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഒരു സമയത്ത് നമ്മൾ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ആ സമയം ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ നോക്കിയ സമീപിക്കുന്നു. നോക്കിയ ആൻഡ്രോയിഡ് സമീപിച്ച ശേഷം ഈ സോഫ്റ്റ്വെയർ നോക്കിയയോട് പറയുന്നു, ഞങ്ങളുടെ ഈ സോഫ്റ്റ്വെയർ നിങ്ങളുടെ ഫോണിൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾ വേറെ ലെവലാവും എന്ന് പറയുന്നു. എന്നാൽ നോക്കിയ ആ സമയം ആൻഡ്രോയിഡിനെ തഴഞ്ഞ് വിൻഡോസിലേക്ക് പോകാനുള്ള തീരുമാനമെടുക്കുന്നു. ഉടനെ തന്നെ ഈ ആൻഡ്രോയിഡ് സാംസങ് എന്ന് പറയുന്ന മൊബൈൽ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോകുന്നു, ആ കമ്പനിയിലേക്ക് പോകുന്നു. സാംസങ് എന്ന് ആ കമ്പനി ആൻഡ്രോയിഡുമായി ടൈപ്പ് ആകുന്നു. ഇന്ന് സാംസങ്ങിന്റെ S25 അൾട്ര എന്ന് പറയുന്ന മൊബൈൽ വരെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ആൻഡ്രോയിഡും സാംസങ്ങും കൂടെ കൈകോർത്ത് പ്രവർത്തിക്കുകയാണ്. നോക്കിയയുടെ അന്ത്യമായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. സമാനമായ രീതിയിൽ എയർടെലും ഇലോൺ മസ്കും ഇപ്പോൾ ടൈപ്പ് ചെയ്യുന്നു. അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ജിയോയുടെ ഒരു അന്ത്യം കാണേണ്ടി വരും എന്ന് അംബാനിക്ക് കൃത്യമായ സൂചന ലഭിച്ചത് കൊണ്ട് തന്നെ അംബാനിയും ഇലോൺ മസ്കിന്റെ അടുത്തേക്ക് ഓടിപ്പടഞ്ഞു ചെല്ലുന്നു. ഞങ്ങൾക്കും നിങ്ങളുമായി കരാറിൽ ഒപ്പിടണം എന്ന് പറയുന്നു. കരാറിൽ ഏർപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും ഇങ്ങോട്ടേക്ക്
ഇന്ത്യയിലേക്ക് വരാൻ ലൈസൻസ് ആവശ്യമുണ്ട്. ആ ലൈസൻസ് ഇലോൺ മസ്കിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാക്കി ധാരാളം കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ഇലോൺ മസ്കിന് ലൈസൻസ് കൊടുക്കല്ലെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയി കേസ് നടത്തുന്നത് അംബാനിയാണ് എന്നുള്ളതാണ്. കാരണം അംബാനിയുടെ കച്ചവടം പൂട്ടിപ്പോവും ഇലോൺ മസ്ക് ഇങ്ങോട്ടേക്ക് എത്തിയാൽ എന്നാണ്. മറ്റു പല നിരീക്ഷകരും പറയുന്ന ഒരു കാര്യം, ജിയോ വില കുറച്ച് കൊടുക്കുന്ന അത്രയും വിലക്കുറവിൽ ഇവിടെ ഇന്റർനെറ്റ് കൊടുക്കാനായി ഇലോൺ മസ്കിന് സാധിക്കില്ല എന്നുള്ളതാണ്. എന്തായാലും അതെല്ലാം നമുക്ക് ഈ സ്റ്റാർലിങ്ക് നമ്മുടെ രാജ്യത്തേക്ക് വന്നതിന് ശേഷം മാത്രമേ പറയാനായി സാധിക്കുകയുള്ളൂ. സ്വാഭാവികമായിട്ടും നമ്മുടെ സർക്കാരിന്റെ കീഴിലായിരിക്കുമല്ലോ ഇതൊക്കെ വരുന്നത്. അപ്പോൾ വിവര പട്ടികയൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പോൾ മാത്രമേ അറിയാനും സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്കതിൽ യാതൊരുവിധ നിഗമനത്തിലും എത്താൻ സാധിക്കില്ല. എന്തായാലും ഇന്ത്യയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് വരാൻ ഒരുങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.